ഉച്ചയൂണിന് മീൻകറി ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാമെന്നതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കതെന്ത് ചെയ്യാമെന്നതിനുള്ള പരിഹാരം കണ്ടെത്താം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, കൊച്ചുള്ളി എന്നീ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം ഒരു ചട്ടി എടുക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒപ്പം ഉലുവയും ഇടാം. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക കുറച്ച് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് ഒന്നുകൂടി വേവിക്കാം. ഒപ്പം കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. വെന്ത് വന്ന അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി കൂടി ഇട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുന്നു. ശേഷം അതിലേക്ക് 2 കുടംപുളി ഇട്ട് പിന്നെ നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നു. കറിക്ക് വേണ്ട കൂട്ടിനായി കുറച്ച് തേങ്ങ ചിരണ്ടിയെടുക്കുന്നു. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, 2 ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കുന്നു. വെള്ളം ചേർക്കാൻ മറന്നു പോകരുതേ. അരച്ചു വെച്ച കൂട്ട് നമുക്ക് വെന്ത് വന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു സ്പൂൺ എടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് വേണ്ടത്ര വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ അടുത്തിരിക്കുന്ന സ്റ്റൗ ഫ്രീ ആണെന്ന് മനസ്സിലാകുന്നത്. ഉച്ചയൂണിനായി നമുക്കെങ്കിൽ ഒരു കറി കൂടെ തയ്യാറാക്കാം. ചീനിച്ചട്ടി എടുത്ത് വീണ്ടും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് തോരനാണ്. അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കുന്നു. ക്യാബേജ് തോരൻ നമുക്ക് വേഗം തന്നെ പെട്ടെന്ന് ശരിയാവുന്ന ഒരു കറിയാണ്. ഇത് ഉച്ചയൂണ് ഇപ്പം നമുക്ക് 2 കറിയാണ് തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ ഇന്നലെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാന്താരി മുളക് അച്ചാർ കൂടിയുണ്ട്. അത് ഇന്നലെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, ചെയ്തു നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറായിരുന്നു. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വെണ്ടയ്ക്ക അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാബേജ് തോരനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി അതും വെന്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ 2 കറിയും ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിക്കാം.